സ്വർഗ്ഗം സത്യം. സ്വർഗ്ഗം അങ്ങനത്തെ പൃഥ്വിരാജിൻ്റെ ഒരു പടമില്ല, ഇവിടെ സെറ്റ്. ഇത് കുറച്ച് എടുത്താൽ മതി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മടായി പാറയിൽ വന്നിട്ടുള്ളൂ. ഫുള്ള് വ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എൻ്റെ ബാക്കിൽ കാണാൻ നല്ല അടിപൊളി ഒരു കുളമാണ്. ഇതൊരിക്കലും പറ്റില്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും പറ്റില്ല. ഈ കുളം ഇപ്പം നല്ല വെള്ളം നിറഞ്ഞു നിൽക്കും എപ്പോഴും. ഇതിൽ കൂടെ കുറേ ആൾക്കാർ വന്ന് കുളിക്കുകയും വണ്ടി കഴുകുകയൊക്കെ ചെയ്യുന്നു. വണ്ടി കഴുകില്ല, കുളിക്കാനൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ പാറ കണ്ട നമ്മൾ ഒരു സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് സന്ധ്യ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് ഒരുപാട് പേരുണ്ടാവും. ഈ പാറക്കകത്തൊക്കെ ഒരുപാട് പേരുണ്ടാവും. എല്ലാവരും വന്നിങ്ങനെ ഇരിക്കും. അസ്തമയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല അസ്തമയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അത് അവിടെയാണ് ആ കാണുന്ന കെട്ടിടം കണ്ടത്. അതാണ് നമ്മുടെ മാടായി കോളേജ് കേട്ടോ. മാടായി കോളേജ് എന്ന് പറഞ്ഞ സംഭവമാണ്. അതാണ് ഇവിടുത്തെ മുഖ്യ സംഭവം. ഇവിടെ ഒരു കാക്കപ്പൂ വരികയാണ്. ഈ പാറ മൊത്തം കാക്കപ്പൂവിൻ്റെ പരിപാടിയായിരിക്കും. മൊത്തം ഫുള്ള് കാക്കപ്പൂ ആയിരിക്കും. കാക്കപ്പൂ പറിച്ച് നമ്മൾ മരിക്കും. അതുപോലെയാണ്. ഒരുപാട് കാക്കപ്പൂ ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം വന്നിരിക്കും. തുമ്പപ്പൂ അതും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കും. കടലൊക്കെ ഇവിടെ മൊത്തം അപ്പുറത്തോട്ട് ചെന്നിട്ടുണ്ട്. കടല ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കടലൊക്കെ മേടിച്ചിരുന്ന് ഇവിടെ ഇരുന്നിട്ട് പൊളിച്ചോണ്ടിരിക്കും. അപ്പോൾ വല്ലാത്തൊരു അനുഭവമാണ്. നമ്മുടെ ചേച്ചി ബാക്കിൽ കിടന്നിട്ട് എന്തൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. ക്യാമറക്കാരന് മുങ്ങി നടക്കുവാണ് ഇവിടെ. ഇതൊക്കെ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ആ തുടക്കത്തിൻ്റെ ആ ഒരു വിഷമം കുഴപ്പമൊന്നുമില്ല, പിന്നെല്ലാം ശരിയായിക്കോളും അല്ലേ ചേച്ചി? സമാധാനമായി. മാടായി കോളേജ് അതല്ലേ? ഇവിടെ നല്ല കാണാട്ടോ. അതിനപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടില്ലേ? ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞില്ല മറ്റേ ഇത് കാണിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഏത് സമയത്തും വെള്ളം ഉണ്ടാകും കേട്ടോ. ഈ മാടായിപ്പാറയുടെ ഈ ഭാഗത്ത് മൊത്തം വെള്ളം ഉണ്ടാവും. ഈ പാറയുടെ അടിയിൽ വെച്ചാൽ ഇത് എപ്പോഴും വറ്റാതെ, അതുകൊണ്ടാണ് ഈ വറ്റാതെ ഇങ്ങനെ എപ്പോഴും വെള്ളം ഉണ്ടാകുന്നത്. ഇവിടെ ഏകദേശം എപ്പോഴും വെള്ളം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് അല്ല, ഇതൊരു കുളം പോലെ തന്നെയാണിത്. എന്നാ നല്ല വെള്ളമുണ്ട്, നല്ല ആഴമുണ്ട് തോന്നുന്നു അല്ലേടി? നല്ല ആഴമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നല്ല ഇറങ്ങിയാലറിയാം. ഫുള്ള് മഴ വരുന്നുണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. നമ്മളെ വണ്ടി അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ സ്കൂട്ടീൻ്റെ ആളാണ്. വണ്ടി കാണുന്നില്ല. അതാ നമ്മളെ വണ്ടി. നമ്മളെ വണ്ടിയാണ്. ഇവിടെ നിന്ന് കല്ല് വെട്ടിയതാട്ടാ. കല്ല് പണയാണ്, കല്ലെടുത്ത സംഭവമാണ്.
അങ്ങോട്ട് നടക്കണം. എങ്ങോട്ട്? അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. ആ ഭാഗത്തേക്ക് പോയിട്ട് നല്ല മഴയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുറച്ച് സ്ഥലമെല്ലാം ഒന്ന് കണ്ടിട്ട് നോക്കട്ടെ എങ്ങനെയാണ് സംഭവം. ചെറിയ മഴ, അതന്നെ ചെറിയ മഴയുള്ളൂ. ചാറ്റൽ മഴ. ഞങ്ങളിങ്ങനെ ഒരു പുതിയത് പിന്നെ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. എപ്പോഴും ഞങ്ങളുടെ മണ്ടത്തരങ്ങളൊക്കെ സഹിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ അപ്പം പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അപ്പുറത്ത് മാറി ഇപ്പുറം വന്നു. അപ്പുറം കുറേ പിള്ളേരൊക്കെ വന്നുകൊണ്ട് അപ്പോൾ ഞങ്ങൾ നല്ല ഇതുണ്ട അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. വേണ്ട വെള്ളത്തിൻ്റെ വരുമ്പോൾ അവിടേക്ക് പോവാം. തൊട്ടടുത്ത് റോഡൊക്കെ ഉണ്ട്. വണ്ടിയെല്ലാം പോകുന്നുണ്ട്. നല്ല മഴയെല്ലാം പിടിച്ചിട്ടുണ്ട്. ചേർങ്ങനെ മഴയെല്ലാം പറഞ്ഞുണ്ട്. കുറച്ച് വെള്ളം കെട്ടിയിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അങ്ങോട്ട് എത്തിട്ട് കാണാം. അത് ദൂരത്താണ് ഭയങ്കര കോട കേട്ടോ. കോട മഴേൻ്റെ ഇതാണ്. അവിടെ അപ്പുറത്ത് കടലാട്ടോ. അപ്പുറം ആ ഭാഗത്ത് കടലാണ്. അങ്ങ് ആ ഭാഗത്തുള്ള കടലാണ്. അപ്പോൾ ഗൈസ് ഇപ്പം മഴയൊന്നുമില്ല. ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങിയത്. കുറേ ആൾക്കാരൊക്കെ വന്ന് നമ്മളെ നോക്കുന്നുണ്ട്. വണ്ടി പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട് എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി. ഞങ്ങളിനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിക്കകത്ത് നമ്മൾ ഇനി ഉലകം ചുറ്റാൻ വേണ്ടി പോകുന്നു. മൊത്തം പരിപാടിയൊക്കെ നമ്മൾ ഒരുപാട് ഇതുണ്ടാവും കേട്ടോ. എല്ലാം ഒരുപാട് പരിപാടിയായിട്ട് നമ്മൾ വരും. തുടക്കമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളാണ്. മാടായിപ്പാറ എല്ലാവരും പറഞ്ഞു. എല്ലാവരും വന്ന് കാണണം, ചെയ്യണം കേട്ടോ. വീറുപ്പൊന്നും തല്ലി പൊട്ടിക്കാൻ പാടില്ല. നമ്മൾ ചെന്നിറങ്ങുന്നത് നേരെ പഴയങ്ങാടി കേട്ടോ. പഴയങ്ങാടി ഇവിടുന്ന് നേരെ ബേക്കോട്ട് പോകുന്നത് നേരെ എന്താണ് എന്തൊരു സ്ഥലം? മുട്ടല്ല മറ്റേ ഇവിടെ ഇത് നേരെ ബേക്കോട്ട് പോകുന്നത് ഏഴുമല എന്നുള്ള സ്ഥലത്തേക്കാണ്. ബേക്കോട്ട് താഴെക്കൂടെ പോവാം. ഇതിലൊക്കെ പോകുന്നത് അങ്ങനെയാണ്. നല്ല മഴയാണ് അതെന്താ പുഴയുള്ള ഭയങ്കര സംഭവമാണ്. ഒന്നും മനസ്സിലാവില്ല. മൊത്തം പുക പോലെ
അതെ, ഈ വഴി ഇങ്ങനെ ഞാൻ പറഞ്ഞ വീട് അങ്ങനെ വരുമ്പോൾ എടുക്കണം അല്ലേ? ഭയങ്കര മഴയായിരുന്നു ഇപ്പം. അവസാനം ഞങ്ങൾ മഴ തീരുന്നവരെ അവിടെ കയറി.